എംപുരാനേ എംപുരാനേ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. കുറേ നാളായി ക്യാമറയൊക്കെ നോക്കി സംസാരിച്ചിട്ട്. എന്നാലും എംപുരാൻ്റെ ട്രെയിലർ വന്നപ്പം ട്രെയിലർ റിയാക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ലോങ് വീഡിയോ എന്ന് പറയുന്ന സെഗ്മെൻറ്റ് നമ്മളിപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ചെയ്യുന്നത്. ഈ വീഡിയോ കാണുന്ന രണ്ടുപേർക്ക് ഒരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസ് എന്താണെന്ന് സിനിമയായിട്ട് ബന്ധപ്പെട്ടൊരു സർപ്രൈസാണ്. സോ എന്തായാലും ഈ വീഡിയോയുടെ എൻഡിൽ ഞാൻ പറയാം, രണ്ടു പേർക്കാണ്. സോ എന്തായാലും എംപുരാൻ ട്രെയിലറിനെ പറ്റിയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ എംപുരാൻ്റെ എക്സ്പെക്ടേഷൻസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ ഒബ്വിയസ്ലി മലയാളത്തിലെ മഹാനടൻ മോഹൻലാൽ നായകനായി വരുന്ന ഹൈ എക്സ്പെക്റ്റേഷനിൽ ഇപ്പോൾ ഇത്രത്തോളം ഒരു ഗ്രാഫ് വന്ന മലയാള പടം, അതായത് ഇനിഷ്യൽ തന്നെ അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇത്രത്തോളം ഗ്രാഫ് വന്ന ഒരു മലയാള പടം ഈ അടുത്ത് വന്നതിൽ എംപുരാൻ തന്നെയായിരിക്കും. അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗം, അതുപോലെ തന്നെ പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന ആ ഒരു മഹാനായ സംവിധായകൻ്റെ മൂന്നാമത്തെ ചിത്രം. ഒബ്വിയസ്ലി ആ ഒരു ഫസ്റ്റ് പാർട്ടിൽ നിന്ന് രണ്ടാമത്തെ ചിത്രം വരുന്നു. മുരളി ഗോപി എന്ന് പറയുന്ന റൈറ്റർ. അങ്ങനെ ഇതൊരു പാൻ ഇന്ത്യൻ മൂവി എന്നുള്ള സെഗ്മെൻറ്റിലേക്ക് വളരെ വൈഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെ. സോ എന്തായാലും ആദ്യം നമുക്ക് ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയ കുറച്ച് കാര്യങ്ങളെ പറ്റി പറയാം. സോ ട്രെയിലർ, ഒബ്വിയസ്ലി ഒരു ട്രെയിലർ എങ്ങനെയായിരിക്കണം, നമുക്ക് അധികം ഒരുപാട് സാധനങ്ങൾ ട്രെയിലറിൽ നിന്ന് ഇട്ട് തരാതെ നമ്മളെ എക്സ്പെക്റ്റേഷനിൽ നമുക്ക് കുറച്ച് വിഷ്വൽസും കാര്യങ്ങളും ഒരു കട്ടിങ് ഒക്കെ നടത്തിയിട്ടുള്ള ഒരു ട്രെയിലർ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. സോ എന്തായാലും ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായ ഒരു ടൈം ലൈൻ എന്ന് പറയുന്നത് പഴയ ടൈം ലൈനും ഉണ്ട്, പുതിയ ടൈം ലൈനും ഉണ്ട്. അങ്ങനെ പോകുന്ന ഒരു രീതിയിലാണ് നമ്മുടെ ട്രെയിലർ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. കണ്ടാലും അതിൽ കലാഭവൻ ഷാജോണിനെയൊക്കെ കാണിക്കുന്നുണ്ട്. സോ ഒബ്വിയസ്ലി ആ ഒരു പഴയ ടൈം ലൈൻ എന്തായാലും ഉണ്ടാവും. പിന്നെ പുതിയ ടൈം ലൈൻ വരുന്നുണ്ട്, അതായത് ജിതിൻ രാംദാസ് മുഖ്യമന്ത്രി ആയതിനു ശേഷമുള്ള ഒരു സംഭവമൊക്കെ. പിന്നെ നെടുമ്പള്ളി ഡാം, ആ ഒരു ഡാം ഇഷ്യൂ ഒക്കെ ഹൈലൈറ്റ് ചെയ്ത് തന്നെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പം ആ ഒരു ഡാമിൻ്റെ പ്രശ്നങ്ങളും അപ്പം അവിടെ ഒരു ഡാം നിർമ്മിക്കുന്നതിൻ്റെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വലിയ ഒരു ജനകീയ പ്രക്ഷോഭം അവിടെ നടക്കുന്നതായിട്ടൊക്കെ ആ ഒരു ട്രെയിലറിൽ വ്യക്തമായിട്ട് കാണിച്ചു പോകുന്നുണ്ട്. അപ്പം പുതിയൊരു പാർട്ടീനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും നമ്മളെ ട്രെയിലറിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പുതിയ പുതിയ രാഷ്ട്രീയ നേതാക്കൾ വരുന്നുണ്ടായിരുന്നു, പുതിയ പുതിയ രാഷ്ട്രീയ കളികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ ദൈവപുത്രൻ തന്നെ തിന്മ ചെയ്യുമ്പോൾ എന്നുള്ള രീതിയിലാണ് ട്രെയിലറിൽ പറഞ്ഞിട്ടുള്ളത്. സോ ഒബ്വിയസ്ലി ദൈവപുത്രനായിട്ട് നമ്മൾ ലൂസിഫർ 1 കണ്ടത് ടൊവിനോ തോമസിനെയാണ്. സോ ദൈവപുത്രൻ തിന്മ ചെയ്യുമ്പോൾ ചെകുത്താൻ എന്നുള്ള രീതിയിൽ വരുമ്പോൾ അറിയില്ല, ഇത് നമുക്ക് അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാനുള്ള സാധനം ട്രെയിലറിൽ ഇട്ട് തരിക, അങ്ങനെ ചെയ്യുക. ഈ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നു. സോ ഒബ്വിയസ്ലി നമ്മളെ ഡൈവേർട്ട് ചെയ്യാനായിരിക്കാം മേ ബി അങ്ങനെ ഒരു സംഭവം വന്നത്. പക്ഷേ നമ്മൾ ട്രെയിലർ എടുത്ത് നോക്കുകയാണെങ്കിൽ ടൊവിനോയുടെ ആ ഒരു ഷെയ്ഡിൽ ഫസ്റ്റിലെ അപേക്ഷിച്ച് ഈ ഒരു സെക്കൻഡിലെ ഷെയ്ഡിൽ കുറച്ചും കൂടി ഒരു ഡാർക്ക്നെസ് ഫീൽ ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അറിയില്ല. സോ എന്തായാലും ദൈവത്തിൻ്റെ സ്വന്തം നാടിനെ രക്ഷിക്കാൻ വീണ്ടും നമ്മുടെ സ്റ്റീഫൻ നെടുമ്പുള്ളിയായിട്ട് എബ്രഹാം ഖുറേഷി നമ്മുടെ ഈ കേരളത്തിലേക്ക് വരുന്നതൊക്കെ ആയിരിക്കാം. അതിനകത്ത് ആ ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. സോ എന്തായാലും ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ട്രെയിലറിൽ ശ്രദ്ധിച്ച ഒരു കാര്യമാണ് ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഇംഗ്ലീഷിൽ പറയുന്നുണ്ടായിരുന്നു. ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറയുന്ന ആ ഒരു ഡയലോഗ് അവിടെ പറയുകയാണെങ്കിൽ ഒബ്വിയസ്ലി എനിക്ക് തോന്നുന്നു ഇതിൽ കുറേ ഗ്യാങ്സ് വരുന്നുണ്ട്. അപ്പം ഒരു ഗ്യാങ്ങിനെ പിടിക്കാൻ വേണ്ടി വേറൊരു ഗ്യാങ്ങിനെ സമീപിക്കുക, അല്ലെങ്കിൽ വേറൊരു ഗ്യാങ് ഉണ്ടാവുക എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ ഇതിനകത്ത് ആ ഒരു ഡയലോഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് എനിക്കതൊന്ന് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്. സോ ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ ട്രെയിലർ ഇവിടെ വെച്ച് റിയാക്ട് ചെയ്യാൻ തന്നെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമുക്ക് ട്രെയിലർ കണ്ടിട്ട് കിട്ടിയ ആ ഒരു ഔട്ട്പുട്ട് നമ്മളിപ്പോൾ വീണ്ടും വീണ്ടും കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് വേറെ വേറെ ഔട്ട്പുട്ടുകളും കാര്യങ്ങളും കിട്ടും. പക്ഷേ വൺസ് വ്യൂവിൽ നമുക്ക് ആ ട്രെയിലർ കണ്ടപ്പോൾ കിട്ടിയ ആ ഒരു സംഭവങ്ങളില്ലേ, ആ ഒരു തോട്ടുകളും കാര്യങ്ങളൊക്കെ ആണ് ഇതിലിങ്ങനെ പറഞ്ഞു പോകുന്നത്. സോ എന്തായാലും ഒരുപാട്, അതായത് ഒരു പ്രീവിയസ് ടൈം ലൈൻ ഉണ്ടാവും, ഒരു ഇപ്പം നടക്കുന്ന ഒരു ടൈം ലൈൻ ഉണ്ടാവും. ആ രീതിയിൽ തന്നെയായിരിക്കും സിനിമ പോകുന്നത്. ബാക്ക് സ്റ്റോറി, അതായത് എബ്രഹാമിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി ഈ സിനിമയിൽ സെക്കൻഡ് പാർട്ടിൽ അവർ ഉൾപ്പെടുത്തുമോ എന്നുള്ളത്, അതായത് ഒരു തുടക്കകാലം ഉൾപ്പെടുത്തുമോ എന്നുള്ള കാര്യം സംശയമായിരിക്കും. ബിക്കോസ് ഒരു തേർഡ് പാർട്ടും കൂടി വരുന്നു. തേർഡ് പാർട്ടായിരിക്കും ചിലപ്പം ഫസ്റ്റ് പാർട്ട് എന്നുള്ള രീതിയിലായിരിക്കും എങ്ങനെ ഈ എബ്രഹാം ഖുറേഷിൻ്റെ ആ ഒരു സംഭവം വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഈ ഇതിലും ഇപ്പോൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് നടക്കുന്ന, അതായത് ഈ ഒരു കറണ്ട് ടൈം ലൈനിൽ നടക്കുന്ന രീതിയിലുള്ള ഒരു സംഭവം ആയിരിക്കാം എന്ന് തോന്നുന്നു. എന്തായാലും ജിതിൻ രാംദാസ് തിരിയുമോ, പ്രിയദർശിനി രാംദാസ്, അതായത് മഞ്ജു വാര്യരുടെ ക്യാരക്ടർ കുറച്ചും കൂടി വേറൊരു ഷെയ്ഡിലേക്ക് പോകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ കാണാൻ ആകാംക്ഷഭരിതനായിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ ടിക്കറ്റ് ബുക്കിംഗ് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഞാൻ മാത്രമല്ല, ഒരുപാട് പേര്
ആകാംക്ഷാഭരിതരായിട്ട് നിൽക്കുന്നത് തന്നെയാണ് ലൂസിഫർ 2 വേണ്ടിയിട്ട്. പിന്നെ ലൂസിഫർ 2 ആ ഒരു, അതായത് എമ്പുരാൻ്റെ ആ ഒരു ട്രെയിലർ കണ്ട സമയത്ത് അതിൻ്റെ മ്യൂസിക്കും അത്യാവശ്യം നല്ല ഒരു 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 വെറൈറ്റി സംഭവം ചെയ്യുന്നുണ്ട്. അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പതിയെ 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 ഇങ്ങനെ ഉയർന്നു പോകുന്നൊരു സൈസ് സാധനം. പിന്നെ ഒബ്വിയസ്ലി വിഷ്വൽസ് ആണെങ്കിലും ഈ സിനിമയുടെയൊക്കെ അതായത് ട്രെയിലറിൽ നിന്ന് എടുത്ത് നോക്കിയാൽ നിങ്ങൾ ഇതിൻ്റെ ഒരു വിഷ്വൽ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഓരോ സ്ക്രീൻഷോട്ട് അടിക്കുന്ന സമയത്തും ഒരു ഒരു കിടിലൻ ഒരു ഫ്രെയിം എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നും. നിങ്ങളത് സ്ക്രീൻഷോട്ട് അടിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വാവ് 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 എന്നുള്ളൊരു സംഭവം നമുക്കതിനകത്ത് തോന്നും. വാട്ട് എ വിഷ്വൽ, അങ്ങനെ ഒരു സംഭവം നമുക്ക് തോന്നുന്നുണ്ട്. നിങ്ങളത് സ്ക്രീൻഷോട്ട് ജസ്റ്റ് ഇതാക്കിയാൽ മതി. അതുപോലെ തന്നെ ഇവിടെ ട്രെയിലർ കാണുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് 0.5x ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് 0.5x ഇട്ടിട്ട് കൂടി ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വേറൊരു തലം മനസ്സിലാവും. അതായത് 1x കാണുന്നതിൻ്റെ അത് മാറ്റി 0.5x ഇടുമ്പോൾ അതിൻ്റെ ഒരു വേറൊരു രീതിയിൽ നിങ്ങൾക്ക് ആ ട്രെയിലർ, ഞാൻ അങ്ങനെ കണ്ടോക്കിയോണ്ടാണ് ഞാൻ പറയുന്നത്, വേറൊരു രീതിയിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇത് മാറുന്നത് മനസ്സിലാവും. എന്തായാലും ഇനിയിപ്പം March 27 സിനിമ റിലീസാവാൻ പോവുകയാണ്. ഒബ്വിയസ്ലി ഹൈ എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്, ഇല്ലയെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. നമുക്കറിയാം നമ്മുടെ മുന്നിൽ ഒരുപാട് നെഗറ്റീവ്സാണ് കിടക്കുന്നത്. അതായത് ഹൈ എക്സ്പെക്റ്റേഷൻസിൽ ഒരുപാട് മൂവീസ് വരുന്നു, അത് പരാജയപ്പെടുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ കാണുന്നതായിരുന്നു. മോഹൻലാൽ എന്ന് പറയുന്നൊരു നടൻ്റെ ഇതിൽ നോക്കുകയാണെങ്കിലും ഒരുപാട് സിനിമകൾ പരാജയപ്പെടുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സ്റ്റിൽ ആ ഒരു ടിക്കറ്റ് ബുക്കിംഗ് കണ്ടപ്പോൾ വൗ എന്ന് പറഞ്ഞു പോയി. എന്ന് വെച്ചാൽ ആ സ്റ്റാർഡം എന്ന് പറയുന്ന സംഭവം അതൊക്കെ അങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന, അല്ലെങ്കിൽ ഒരു സിനിമ ഹിറ്റായി കിട്ടുന്ന ഒരു സംഭവം എന്നല്ല ഇത്. അതങ്ങനെയാണ്. മോഹൻലാലിൻ്റെ ഒരു പടം വരികയാണ്, അല്ലെങ്കിൽ ലാലേട്ടൻ്റെ ഒരു മെഗാ പടം വരിക എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതിന് ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു ക്രൈസ് എന്ന് പറയുന്നത് അത് വേറെ ലെവലാണ്. ഇപ്പം ഒടിയൻ്റെ ആ സമയത്തും ഇതേപോലൊരു ഭയങ്കര ഹൈ സാധനമൊക്കെ വന്നിട്ടുണ്ടാകും. പക്ഷേ നമുക്കത് എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാൻ പറ്റാത്ത സംഭവം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മലൈക്കോട്ടെ വാലിബം, അത് അങ്ങനെയാണ്. ലാലേട്ടൻ എന്ന് പറയുന്ന ആ ഒരു പ്രതിഭയുടെ മീൻസ് ക്രൗഡ് പുള്ളിങ് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. പുള്ളിയെ ഇഷ്ടപ്പെടുന്നവർ, അത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം റീലൊക്കെ എടുത്ത് നോക്കിയാൽ മതി. അതുപോലെ തന്നെ പുള്ളിയുടെ ഡാൻസിൻ്റെ ഏട്ടൻ ഡാൻസ്, വീക്ക്ലി ഡാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പേജുകളാണ്. ഏത് പാട്ടിട്ട് കഴിഞ്ഞാലും പുള്ളിയുടെ ഡാൻസ് അതിന് സിങ്കാ എന്നുള്ള രീതിയിലൊക്കെയാണ് അതിനകത്തൊക്കെ വരുന്നത്. സോ ഭയങ്കര സംഭവം തന്നെയാണ് കേട്ടോ. സോ എന്തായാലും ഹൈ എക്സ്പെക്റ്റേഷനിൽ തന്നെയാണ് എമ്പുരാൻ കാത്തിരിക്കുന്നത്. ഞാൻ ഫസ്റ്റ് പറഞ്ഞ ആ ഒരു സർപ്രൈസ് എന്ന് പറയാൻ പറ്റില്ല. ഈ വീഡിയോ കാണുന്നവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. ഇത്രയും നേരം കണ്ടവർ മാത്രമല്ലോ, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. ഒരു 2 ദിവസത്തിനുള്ളിൽ ഞാൻ കമൻറ്റ് പിക്കർ വെച്ച് 2 പേരെ സെലക്ട് ചെയ്യും. 2 പേരെ സെലക്ട് ചെയ്തിട്ട് അവരൊന്ന് ജസ്റ്റ് ഞാൻ വീഡിയോ തന്നെ അനൗൺസ് ചെയ്യാം. അവരൊന്ന് ജസ്റ്റ് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പം 2 ടിക്കറ്റ്, ഒരാൾക്ക് 1 ടിക്കറ്റ്, വേറൊരു ടിക്കറ്റ്, അങ്ങനെ 2 ടിക്കറ്റ് ഐ സ്പോൺസർ. ഓക്കെ, സിനിമ കാണാനുള്ള 2 ടിക്കറ്റ് സ്പോൺസർ. ഇത് വളരെ കുഞ്ഞ് സർപ്രൈസാണെന്ന് അറിയാം. പക്ഷേ ഒബ്വിയസ്ലി സിനിമ കാണാൻ ആഗ്രഹം ഉണ്ടായിട്ട് ഉള്ള ആൾക്കാർക്ക് 2 ടിക്കറ്റ് എടുക്കാനുള്ള പൈസ ഞാൻ ഗൂഗിൾ പേ ചെയ്തു തരാം. ഒബ്വിയസ്ലി അത് നമ്മളെ വീഡിയോ കാണുന്നവർക്ക് വേണ്ടി മാത്രം. വീഡിയോ ഫുള്ള് കാണുന്നവർക്ക് മാത്രമല്ല ഈ ഒരു സംഭവം അറിയുള്ളൂ. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഇടയിൽ കമൻറ്റ് വരുമോ ഇല്ലെന്നൊന്നും അറിയില്ല. നമുക്ക് നോക്കാം. കമൻറ്റ് പിക്കർ വെച്ചിട്ട് 2 പേരെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ലോങ് വീഡിയോസ് ഇനി ഇടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സോ നിങ്ങൾ എന്തായാലും ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ബൈ ബൈ.